بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ വെറും ഇറാദയല്ല, നാവ് കൊണ്ട് ഉച്ചരിക്കലുമല്ല, ഖൽബിന്റെ ഇംബിആസാണ്. ഒരു പ്രവൃത്തിയിലേക്ക് പ്രേരിതമായി ഖൽബ് എടുത്തു ചാടുക. ആ എടുത്തു ചാടുന്നതിന് പ്രേരണമായ ഖൽബിന്റെ ആ അവസ്ഥയ്ക്കാണ് നിയ്യത്ത് എന്ന് പറയുന്നത് എന്നാണ് ഇമാം ഗസാലി ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിയ്യത്തില്ലാത്ത കാര്യങ്ങൾക്ക് മഹാന്മാർ പോകുമായിരുന്നില്ല. എത്രത്തോളം മഹാനായ ഇമാം ഹസൻ ബസരിയുടെ ജനാസ നിസ്കരിക്കാൻ, ജനാസ കാണാനും മറ്റും പിന്നെ സ്വപ്നവ്യാഖ്യാതാവായിരുന്ന മഹാനായ ഇബ്നു സീരിൻ റഹിമഹുല്ലാ പോയില്ല, എനിക്കതിന് നിയ്യത്ത് വരുന്നില്ലെന്ന് പറഞ്ഞു. അതുപോലുള്ള കാര്യങ്ങളാണ് മുമ്പ് പറഞ്ഞത്. ഇപ്പം നിയ്യത്ത് വരാനുള്ള വഴി എന്താണ്? മനുഷ്യന്റെ ഖസ്ദ്, ഖർള്, ആ ഖർളിനെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കണം. ആ നെതറിൽ നേരത്തെ പറഞ്ഞില്ലേ, നല്ല കണ്ണുകൊണ്ട് കാണുമ്പോൾ നിയ്യത്ത് വരും, കണ്ണ് മാറിപ്പോകാൻ പാടില്ല. അതാ ഈ പറഞ്ഞത് അന്നൻ നിയ്യത്ത് എന്ന് പറയുന്നത് അത് തത്ബഉൻ നദറ, ചിന്തയോട് തുടരും, നെതറിനോട് തുടരും, നല്ല കണ്ണുകൊണ്ടുള്ള നോട്ടത്തിനോട് തുടരും. ഇവിടെ നോട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിന്തയാണ്. അപ്പൊ ഇതാ തഗയ്യറൻ നെതറു തഗയ്യറത്തിൻ നിയ്യത്തു. ഖർളിനെ കുറിച്ചുള്ള നെതറ് വ്യത്യസ്തമായാലും നിയ്യത്തും വ്യത്യാസപ്പെടും. വക്കാനു, മഹാന്മാരായിരുന്നു, ലാ യറൗന അൻ യഅമലു അമലൻ, അവരൊരു അമൽ ചെയ്യാൻ അവർ വിചാരിക്കുമായിരുന്നില്ല, ഇല്ലാ ബി നിയ്യത്തിൻ, നിയ്യത്തോടു കൂടി അല്ലാതെ. നിയ്യത്തില്ലെങ്കിൽ അവർ അമൽ ചെയ്യില്ല. കാരണം ലി ഇൽമിഹിം, അവർക്ക് വിവരമുണ്ട്, ബിഅന്ന നിയ്യത്ത റൂഹുൽ അമൽ, നിയ്യത്ത് എന്ന് പറയുന്ന അമലിന്റെ ആത്മാവാണ്. വാനൽ അമല ബി ഗൈരി നിയ്യത്തിൻ, നിയ്യത്തില്ലാത്ത അമല് സാദിഖത്തിൻ, സത്യസന്ധമായ നിയ്യത്തില്ലാത്ത അമല് റിയാ ഉൻ, അത് റിയാ ആണ്, ലോകമാന്യതയാണ്. ഇത് മഹാന്മാർക്കറിയാം. തക്കല്ലുഫുൻ, തക്കല്ലുഫുമാണ്, അത് ഇങ്ങനെ കഷ്ടപ്പെട്ട് അഭിനയിക്കലാണ്. അത് വേണ്ട, നല്ല നിയ്യത്താണ് വേണ്ടത്. ബഹുവ, ഇത് സബബു മക്കത്തിൻ, അള്ളാഹുവിന്റെ കോപത്തിന്റെ കാരണമാണ് സാദിഖായ നിയ്യത്തില്ലാത്ത അമല്. ലാ സബബു ഖുർബിൻ, അള്ളാഹുലേക്ക് അടുക്കുന്നതിന്റെ കാരണമല്ല. ആലിമു, മഹാന്മാർ അറിഞ്ഞിരുന്നു, അന്നൻ നിയ്യത്ത് ലേസത്ത്, അതല്ല, അത് എന്തല്ല, കൗലൽ ഖായിലി, പറയുന്ന ഒരാളുടെ കൗലല്ല, ബിലിസാനി, അയാളുടെ നാവ് കൊണ്ട് നവയിത്തു എന്ന് പറയുന്നതിന്റെ പേരല്ല നിയ്യത്ത്. ബൽ മറിച്ച് അത് ഇംബിആസുൽ ഖൽബി, ഖൽബിന്റെ ഒരു പ്രേരണയാണ്, ഒരു ഇളക്കി വിടലാണ്. യജ്രി, അത് നടക്കും, മജ്റൽ ഫുതൂഹി മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നുള്ള വിജയങ്ങളുടെ സ്ഥാനത്ത്, അള്ളാഹുവിൽ നിന്നുള്ള വിജയങ്ങളുടെ സഹായങ്ങളുടെ സ്ഥാനത്ത് അത് നടക്കും. ആ ഇംബിആസ് അള്ളാഹുവിൽ നിന്ന് വരുന്നതാണ്. നമുക്ക് തതയസ്സറു, ചിലപ്പോഴേ എളുപ്പമാകും, ഫി ബഅദിൽ ഔഖാത്ത്, ചില സമയങ്ങളിൽ ആ നിയ്യത്ത് മനുഷ്യന് എളുപ്പമാകും. ഒക്കെ തതഅസ്സറു, ചിലപ്പം ബുദ്ധിമുട്ടാകും, ഫി ബഅദിഹ, ചില സമയങ്ങളിൽ. നഅം, പക്ഷേ ഒരാള് കാനൽ ഗാലിബു അലാ ഖൽബിഹി, അയാളുടെ കൽബിൽ ഗാലിബ് അംറദ്ദീനി, ദീനിന്റെ കാര്യമായി, ദീനിന്റെ കാര്യമാണ് കൽബിൽ ഗാലിബ്. അങ്ങനത്തെ ആള് തയസ്സറ അലൈഹി, അയാളുടെ മുന്നിൽ ഇത് എളുപ്പമാവും, ഫി അക്സറിൽ അഹ്വാലി, കൂടുതൽ സമയങ്ങളിലും അവർക്കിത് എളുപ്പമാകും. ഏതെളുപ്പമാകും? തയസ്സറാലി, അയാളുടെ മേൽ എളുപ്പമാകും, ഫി അക്സറിൽ അഹ്വാലി, കൂടുതൽ സമയങ്ങളിലും. ഇഹ്ലാറുൻ നിയ്യത്ത്, നിയ്യത്തിനെ മനസ്സിൽ ഹാജരാക്കൽ, ഇതിൽ ഖൈറാത്ത്, ഖൈറായ കാര്യങ്ങൾക്ക് വേണ്ടി എളുപ്പമാവും. എപ്പോഴും കൽബിന്റെ ഗാലിബ് അമൃദ്ദീനാണെങ്കിൽ. ഇനി കാരണം പിന്നെ കൽബ്, മനുഷ്യന്റെ കൽബ് മായിലും ബിൽ ജുംല, ബിൽ ജുംല അത് ചായുന്നതാണ്, ഇല്ല അസ്ലുൽ ഖൈർ, അസ്ൽ ഖൈറിലേക്ക്, നന്മയാണ് കൽബ് ആശിക്കുന്നത്. അപ്പൊ ഫയംബഅസു, അത് പ്രേരിതമാകും, ഇല തഫാസീലി, ആ ഖൈറിന്റെ വിശദീകരണങ്ങളിലേക്ക്. ഓരോന്ന് വരുമ്പോൾ അത് ഖൈറാന്ന് മനസ്സിലാകുമ്പോൾ അതിലേക്ക് തിരിയും, ഗാലിബൻ സാധാരണ നിലയിൽ. ഒമൻ, ഒരാള് മാല കൽബുഹു ഇല ദുന്യ, അയാളുടെ കൽബ് ദുന്യാവിലേക്കാണ് മായില്. വഗലബത്ത് അലൈഹി, പിന്നെ
ദുന്യാവ് അയാളുടെ മേൽ ഗാലിബായി, എന്നാൽ ലം യതയസ്സർ ലഹു ദാലിക, ഇത് അയാൾക്ക് അത്ര എളുപ്പമല്ല. ബൽ എന്നല്ല, ലാ യതയസ്സർ ലഹു, അയാൾക്ക് എളുപ്പമാകത്തില്ല. മിനൽ ഫർഫിൽ ഫറായിദി, ഫർളുകളിൽ പോലും അയാൾക്ക് എളുപ്പം ഉണ്ടാകത്തില്ല. ഇല്ലാ ബിജുഹുദിൻ ജഹീദിൻ, വല്ലാതെ കഷ്ടപ്പെടൽ കൊണ്ടല്ലാതെ. വല്ലാതെ കഷ്ടപ്പെട്ടെങ്കിലേ ഫർളെങ്കിലും കിട്ടുള്ളൂ. ഇബാദത്ത് എന്ന് പറയുന്ന ഫർളിനല്ലല്ലോ, ഫർള് മുസ്ലിം ആകാനുള്ള വഴിയാണ്. ഇബാദത്ത് സുന്നത്തുകളാണ്. ഇബാദത്തിന്റെ സുന്നത്ത് പോട്ടെ, ഫർള് തന്നെ കിട്ടണമെങ്കിൽ വല്ലാതെ കഷ്ടപ്പെടണം. വഗായത്തുഹു, ആ ജുഹുദിന്റെ അങ്ങേയറ്റം എന്തെന്നാണ്? അഞ്ഞത്തതക്കറന്നാർ, അവൻ നരകത്തിനെ ഓർക്കലാണ്. എന്നിട്ട് വയുഹദ്ദിറ നഫ്സുഹു, അവന്റെ നഫ്സിനെ അവൻ സൂക്ഷിക്കുക. വഅഖാബഹ, ആ നരകത്തിന്റെ ആകുന്ന ശിക്ഷയെ അവൻ സൂക്ഷിക്കുക. അവ അല്ലെങ്കിൽ നഈമൽ ജന്നത്ത്, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് അവൻ ഓർക്കുക. വയുറഗിബ നഫ്സു, അവന്റെ നഫ്സിനെ അവൻ കൊതിപ്പിക്കുക. ഫിയ, ആ സ്വർഗത്തിന്റെ വിഷയത്തിൽ. അങ്ങനെ വരുമ്പോൾ രണ്ടാലൊന്ന്, ഒന്നുകിൽ നരകത്തിനെ ഭയപ്പെടുക, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നുള്ള ആഗ്രഹം വരിക, അല്ലെങ്കിൽ സ്വർഗത്തിനെ ആഗ്രഹിക്കുക, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുക, അത് കിട്ടണമെന്നുള്ള ആഗ്രഹം വരിക. അങ്ങനെ വന്നാൽ ഫറുബ്ബമാ, ചിലപ്പോൾ തൻബഅസു ലഹു, അയാൾക്ക് പ്രേരിതമാകും ദാഇയത്തുൻ ലഈഫത്തുൻ, ബലഹീനമായ ഒരു പ്രേരണ. ഫയകൂനു സവാബുഹു, അപ്പൊ അയാളുടെ പ്രതിഫലമാകും ഖദീർ റഗ്ബത്തിഹി, അയാളുടെ ആ റഗ്ബത്തിന്റെ ആഗ്രഹത്തിന്റെ അളവനുസരിച്ചായിരിക്കും. വനീയത്തി, അയാളുടെ നീയത്തിന്റെ അളവനുസരിച്ചായിരിക്കും പ്രതിഫലം കിട്ടുക. അപ്പോ ഫർളെങ്കിലും ശരിയാകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നരകത്തിനെ കുറിച്ച് ഓർക്കണം, ഭയക്കണം, സ്വർഗത്തിനെ കുറിച്ച് ഓർക്കണം, ആശിക്കണം. അപ്പോഴാണ് ആ നീയത്ത് വരുന്നത്. ഇജ്ലാലില്ലാഹി, ഇപ്പൊ പറഞ്ഞത് സ്വർഗത്തിന് വേണ്ടിയും നരകത്തിൽ നിന്ന് ഭയപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഇബാദത്തിനെ കുറിച്ചാണ്. ആ നീയത്താണ്. ഇനി അള്ളാഹുവിന്റെ ഇജ്ലാലിന്റെ നീയത്തിന്റെ മേൽ, അള്ളാഹു തആല അവൻ ജലാലാണ്, ആ ജലാലിയത്തിന്റെ നീയത്തിന്റെ മേലുള്ള താഖത്ത്, ലിസ്തിഹ്ഖാഖിഹി, അള്ളാഹു തആല അർഹനായതിനു വേണ്ടി താഖത്തിന് വൽ ഉബൂദിയത്ത, പിന്നെ അടിമത്തത്തിനെ സ്വീകരിക്കുന്നതിന് അള്ളാഹു അർഹനാണ്. പടച്ചതമ്പുരാൻ ബാക്കിയുള്ള അടിമകളുടെ അടിമത്തത്തിനെ സ്വീകരിക്കുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ ഫലാ തതയസ്സറുൽ, അത് ഈ അള്ളാഹുവിന്റെ ഇജ്ലാലിന് വേണ്ടിയുള്ള ഇബാദത്ത്, അത് ലാ തതയസ്സറു ലിറാഗിബി ഫിദ്ദുന്യ, ദുന്യാവിൽ കൊതിക്കുന്ന ആൾക്ക് അത് അത്ര എളുപ്പമല്ല. ഇത് അഅസ്സുന്നിയ്യാത്തി, നിയ്യത്തുകളിൽ ഏറ്റവും ഉന്നതമാണ്. അള്ളാഹുവിന്റെ ജലാലിയത്തിന് വേണ്ടി, അവന്റെ ഇജ്ലാലിന്റെ മഹത്വത്തിന്റെ വേണ്ടി നിയ്യത്താകുക എന്നുള്ളത് ഏറ്റവും ഉന്നതമാണ്, അഅല, ഏറ്റവും ഉയർന്നതുമാണ്. എന്നാൽ വയഇസ്സു അലാ ബസീത്തിൽ അർദി, ഭൂമിയുടെ വിശാലതയിൽ, ഭൂമിയുടെ ആ പരപ്പില് കുറഞ്ഞിരിക്കുന്നു. മൻ യഫ്ഹമുഹാ, ഇതിനെ മനസ്സിലാക്കുന്നയാൾ വളരെ കുറഞ്ഞിരിക്കുന്നു. ഫളൻ അമ്മൻ യതഅത്താ, പിന്നെയല്ലേ അതിനെ സ്വീകരിക്കുന്നവര്, അത് മനസ്സിലാക്കുന്നവർ തന്നെ കുറവാണ്, പിന്നെയല്ലേ അതിനെ സ്വീകരിക്കുന്നവര്, അത് കരസ്ഥമാക്കുന്നവര്. നിയ്യാത്തുൻ നാസി, ജനങ്ങളുടെ നിയ്യത്തുകൾ, താഅത്തുകളുടെ വിഷയത്തിൽ ജനങ്ങളുടെ നിയ്യത്തുകൾ അഖ്സാമുൻ, പല വിഭാഗങ്ങളുണ്ട്. താഅത്തിന്റെ വിഷയത്തിൽ ജനങ്ങളുടെ നിയ്യത്ത് പല രീതിയിലുണ്ട്. ഇത് കാരണം മിൻഹും, ജനങ്ങളിൽപ്പെട്ടവരാണ് മൻ, ഒരു വിഭാഗം, യകൂനു അമലു, അയാളുടെ അമലാകും ഇജാബത്തൻ ലി ബാഇസിൽ ഖൗഫി, ഖൗഫാകുന്ന പ്രേരണയ്ക്ക് ഉത്തരം കൽപ്പിച്ചതിന് വേണ്ടിയായിരിക്കും. നരകത്തിനെ പേടിക്കുന്നു, അതൊരു പ്രേരണയാണ്, ആ പ്രേരണയ്ക്ക് ഉത്തരം നൽകുന്നു. അപ്പൊ വൈനോ യത്തഖിന്നാർ, അയാൾ നരകത്തിനെ സൂക്ഷിക്കുന്നയാളാകും. ഒമിനും, അവരിൽപ്പെട്ടവരാണ് മൻ, ഒരു വിഭാഗം, യഅമലു, അയാൾ അമൽ ചെയ്യും ഇജാബത്തൻ ലി ബാഇസിർ റജാഇ, പ്രതീക്ഷയാകുന്ന ആ പിന്നെ ബാഇസ്, പ്രേരണ, ആ പ്രേരണയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ട്. പ്രതീക്ഷ എന്താണ്? കൊതി, സ്വർഗത്തിലേക്കുള്ള കൊതി. റഗ്ബത്തു ഫിൽ ജന്ന, സ്വർഗത്തിലുള്ള ആശയാണ്. അപ്പൊ അതിന് ആ പ്രേരണയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ട് അമൽ ചെയ്യുന്നവരുണ്ട്. വഹാദാ, ഇത് വൈൻകാന, ഇത് അതായത് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുന്നതും സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യലും വൈൻകാന നാസിലൻ, അല്പ താഴെയാണെങ്കിലും, ബിൽ ഇലാഫത്തി ഇലാ ഖസ്ദി താഅത്തില്ലാഹി, അള്ളാഹുവിന്റെ താഅത്തിനെ ഉദ്ദേശിക്കുന്നതിലേക്ക്, താഅത്തിലേക്കുള്ള ഉദ്ദേശവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അല്പ താഴെയാണ്. തഅദീമിഹി ലിദാത്തിഹി, അള്ളാഹുവിന്റെ ദാത്തിന് വേണ്ടി അവനെ ബഹുമാനിക്കുക. വലി ജലാലിഹി ലാലി അംരി സിവ, വേറെ ഒരു കാര്യത്തിന് വേണ്ടിയല്ല. സ്വർഗമോ നരകമോ ഒന്നും പ്രശ്നമല്ല. അള്ളാഹുവിന്റെ ജലാലിയത്ത്, അവന്റെ തഅദീം, അത് ഉദ്ദേശിച്ചുള്ള ഇബാദത്ത് അതിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഇപ്പറഞ്ഞ സ്വർഗത്തിന് വേണ്ടിയുള്ള ഇബാദത്തും നരകത്തിനെ പേടിച്ചുള്ള ഇബാദത്തും അല്പ താഴെ ആണെങ്കിൽ കൂടി അത് മിൻ ജുംലത്തിൻ നിയ്യാത്തി സഹിഹത്ത്, സഹിയായ നിയ്യത്തിൽപ്പെട്ടതാണ്. കാരണം അന്നോ, ഇത് മൈലുൻ ഇലൽ മൗഊദി ഫിൽ ആഖിറ, ആഖിറത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടതിലേക്കുള്ള ചായ്വാണല്ലോ. അത് നല്ല നിയ്യത്താണ്. വൈൻകാന
അതാണെങ്കിൽ ശരി, മിൻ ജിൻസിൽ മഅലൂഫാത്തി ഫി ദുനിയ, ദുന്യാവിൽ പിന്നെ ഇണക്കപ്പെടുന്ന പരിചയമുള്ള വർഗത്തിൽപ്പെട്ടതാണെങ്കിൽ ശരി. ഭക്ഷണം ദുന്യാവിൽ പരിചയമുള്ളതാണ്, സ്ത്രീകൾ ദുന്യാവിൽ പരിചയമുള്ളതാണ്. അങ്ങനെയാണെങ്കിലും ശരി, ഈ പറഞ്ഞത് ഏതായാലും നല്ല നിയ്യത്താണ്. വഅഗ്ലബുൽ ബവാഇസി, പ്രേരണകളിൽ ഏറ്റവും കൂടുതൽ മികച്ചു വരുന്നത് ഇങ്ങനെ ഈ രീതിയിൽ ബാഹസുൽ ഫർജി വൽ ബത്നി, ഫർജിന്റെയും ബത്നിന്റെയും പ്രേരണയാണ്. സ്വർഗത്തിൽ പോയാൽ ഭക്ഷണം കിട്ടും ബത്തിൻ, സ്വർഗത്തിൽ പോയാൽ പെണ്ണുങ്ങളെ കിട്ടും ഫർജ്. മൗലൂൽ ഖളാഇ വതരിഹിമ, ഇത് രണ്ടിന്റെയും പിന്നെ ഹാജത്തിനെ വീട്ടാനുള്ള സ്ഥാനം അൽ ജന്നത്ത്, സ്വർഗമാണ്. അപ്പൊ ഫൽ ആമിലു ലി അജ്ലിൽ ജന്നത്തി, സ്വർഗത്തിന് വേണ്ടി അമൽ ചെയ്യുന്നവൻ ആമിലുൻ ലി ബത്നിഹി വ ഫർജിഹി, അവന്റെ വയറിന് വേണ്ടിയും ഫർജിന് വേണ്ടിയാണ് അമൽ ചെയ്യുന്നത്. അജീലി സൂഇ, മോശമായ ഒരു ജോലിക്കാരനെ പോലെ, അയാൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി. അയാളുടെ ദർജത്തുൽ ബുലഹി, ബുലഹിന്റെ ദർജ. ബുലഹ് എന്ന് പറഞ്ഞാൽ മണ്ടന്മാരുടെ ദർജ. വൈന്നൂല എനാലുഹ, അയാൾ അതിനെ കരസ്ഥമാക്കും അയാളുടെ അമല് കൊണ്ട്. അയാൾ പൊട്ടനാണ്. ഇത് കാരണം അക്സറു അഹിദൽ ജന്നത്തി അൽ ബുലഹു, സ്വർഗവാസികൾ കൂടുതലും പൊട്ടന്മാരാണെന്നാ. വലിയ ബുദ്ധിമാന്മാർക്ക് സ്വർഗത്തിൽ പോല് കുറവാണ്, പൊട്ടന്മാരാണ് കൂടുതലും സ്വർഗത്തിൽ പോകുന്നത്. അപ്പൊ ഇയാൾ സ്വർഗത്തിന് വേണ്ടിയാണ് ഇബാദത്ത് ചെയ്യുന്നത്. അപ്പൊ അയാൾ സ്വർഗത്തിൽ പോകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷേ ആ നിയ്യത്ത് മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമോശമാണ്, മടയത്തരമാണ്. അമ്മ ഇബാദത്ത് റബിൽ അൽബാബി, ബുദ്ധിമാന്മാരുടെ ഇബാദത്ത് ഫൈനഹ, അതില്ല തുജാവിസു, അത് വിട്ടുകിടക്കത്തില്ല. ദിക്റല്ലാഹി, അള്ളാഹുവിന്റെ ദിക്റിനെയും വിട്ടുകിടക്കുകയില്ല. വൽ ഫിക്റ ഫി, അള്ളാഹിന്റെ വിഷയത്തിലുള്ള ചിന്തയും വിട്ടുകിടക്കത്തില്ല. ഹുബ്ബൻ ലി ജമാലിഹി വ ജലാലിഹി, അവന്റെ ജമാല് ജലാലത്തിനോടുള്ള മഹബത്തിന്റെ പേരിൽ. വസായിറുൽ അഅമാലി, മുഴുവൻ അമലുകളും തക്കൂൻ, അവകളാകും മുഅക്കിദാത്തുൻ വറവാദിഫു, അവകൾ ഇതിനെ ശക്തിപ്പെടുത്തുന്നതാകും. അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ വരുന്നതാകും. ഇതിന്റെ ബാക്കിയുള്ള മുഴുവൻ അമലുകളും ഇതിന്റെ പിന്നിൽ വരുന്നത് ഏത്? അള്ളാഹുവിന് വേണ്ടി മാത്രമാകുന്ന ആ ചിന്ത വരുമ്പോൾ അമലുകളൊക്കെ അതിന് ശക്തി കിട്ടും, അമലുകളെല്ലാം അതിന്റെ പിന്നിൽ വരും. വഹാഉല, ഈ വിഭാഗം, ഇപ്പറഞ്ഞ മഹാന്മാർ, റബുൽ അൽബാബ്, അവര് അർഫഉ ദർജത്തൻ, ഏറ്റവും ഉയർന്ന, ഈ പറഞ്ഞ വിഭാഗം ഏറ്റവും ഉയർന്നവരാണ്. മിനൽ ഇൽത്തിഫാത്തി ഇലൽ മൻകൂഹി വൽ മത്ഊമി, മൻകൂഹിലേക്കും മത്ഊമിലേക്കും തിരിയുന്നതിനേക്കാൾ ഏറ്റവും ഉയർന്നതാണ്. മൻകൂഹ് പിന്നെ പെണ്ണുങ്ങൾ, മത്ഊമ് ഭക്ഷണം. എവിടെ? ഫിൽ ജൻ, സ്വർഗത്തിൽ. കാരണം ഫൈന്യം അവര് ലം യഖ്സുദൂഹ, ഈ മഹാന്മാർ അതിനെ ഉദ്ദേശിക്കുന്നേ ഇല്ല. ബൽ മറിച്ചുഹും, അവർ അല്ലതിന് ഒരു വിഭാഗമാണ്. യദൂന റബ്ബും, അവരുടെ രക്ഷിതാവിനെ അവർ വിളിച്ചുകൊണ്ടിരിക്കും. ബിൽ ഗദാത്തി വൽ അശീ, രാവിലെയും വൈകുന്നേരവും. യുരീദൂന വജ്ഹഹു, സ്വർഗം ആഗ്രഹിച്ചിട്ടല്ല, അള്ളാഹുവിന്റെ വജീനെ ആഗ്രഹിച്ച നിലയിൽ. ഫഖത്ത്, അത് മാത്രം. സവാബുന്നാസ്, ജനങ്ങൾക്കുള്ള പ്രതിഫലം ബിഖദരി നിയ്യാതിഹിം, അവരുടെ നീയത്തിന്റെ അളവനുസരിച്ചാണ്. ഫലാ ജറമ, നിസ്സംശയം, യതനഅമൂന, ഇവര് ആസ്വദിക്കും. ബിന്നദിരി ഇലാ വജ്ഹിഹിൽ കരീം, ബഹുമാന്യനായ രക്ഷിതാവിന്റെ വജ്ഹിലേക്ക് നോക്കി അവരിങ്ങനെ ആസ്വദിക്കും, സർവ്വതും മറക്കും അവർ. വയസ്ഖറൂന, ഇവര് പരിഹസിക്കും. മിമ്മൻ, ഒരു വിഭാഗത്തെ. യൽതഫിത്ത്, അവൻ തിരിഞ്ഞു നോക്കും. ഇലാ വജ്ഹിൽ ഹൂറിൽ ഐനി, ഹൂറിന്റെ മുഖത്തേക്ക്, സുന്ദരികളുടെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കുന്ന സ്വർഗവാസികളെയും മഹാന്മാര് പരിഹസിക്കും. അവർക്ക് വേറൊരു പണിയില്ല. അള്ളാഹുവിന്റെ ഉന്നതമായ ജലാലയത്തിലേക്ക്, അവന്റെ ജമാലിയത്തിലേക്ക് നോക്കുന്നതിന് പകരം ഹൂർലീങ്ങളുടെ കണ്ണിലേക്ക് അല്ലേ നോക്കുന്നത്. എന്തൊരിടപാടാണ്! അവര് പരിഹസിക്കും. ഏതുപോലെ കമാ യസ്ഖറുൽ മുതനഇമു ബിന്നദിരി ഇലൽ ഹൂറിൽ ഐനി, ഹൂർലീങ്ങളിലേക്ക് നോക്കി ആസ്വദിക്കുന്ന വിഭാഗം പരിഹസിക്കുന്നത് പോലെ, മിമ്മൻ, ഒരു വിഭാഗത്തെ, യതനഅമു, അവരാസ്വദിക്കും. ബിന്നദിരി ഇലാ വജ്ഹി സുവരിൽ മസ്നൂഅത്തി മിനത്ഇനി, മണ്ണിനാൽ ഉണ്ടാക്കപ്പെട്ട രൂപങ്ങളുടെ വജ്ഹിയിലേക്ക്, ചുമ്മാ പ്രതിമ, സുന്ദരമായ പ്രതിഭയിലേക്ക് നോക്കി ആസ്വദിക്കുന്ന ആൾക്കാരെ ഹൂർലീങ്ങളെ നോക്കി ആസ്വദിക്കുന്നവർ പരിഹസിക്കും. എന്താ? ഹൂർലീങ്ങൾ യാഥാർത്ഥ്യമാണ്, മറ്റതെന്താണ്? വെറും പ്രതിമയല്ലേ, ഇവന് ബുദ്ധിയില്ല എന്ന് പറയും. എന്നതുപോലെയാണെന്ന് അള്ളാഹുവിന്റെ ഉന്നതമായ പദവിയിൽ എത്തുന്ന ആൾക്കാര് ഹൂർലീങ്ങൾ ആഗ്രഹിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്നത് എന്നാണ് ഈ പറയുന്നത്. ബൽ അശദ്ദു, അതല്ല, അതിനേക്കാൾ കടുപ്പമാണിത്. കാരണം എന്താ? ഫൈന തഫാബുത ബൈന ജമാലി ഹദറത്തി റുബൂബിയത്തി വ ജമാലിൽ ഹൂറിൽ ഐനി, റുബൂബിയത്തായ യജമാനിന്റെ ഉന്നതനാമായ ഹദറത്തിന്റെ ആ ജമാലിന്റെയും ആ
ഉന്നതമായ ആ പിന്നെ ഭംഗി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അതിനേക്കാൾ ഉയർന്നതാണ്. അതിൻ്റെയും പിന്നെയോ ജമാലിൽ ഹൂറിലൊയിനി, ഹൂറിലീങ്ങളുടെ ജമാലിന്റെയും ഇടയിലുള്ള ഏറ്റ വ്യത്യാസം അശദ്വത ഏറ്റവും കഠിനമാണ്. വാളമു കസീറൻ മിന തഫാവുത്തി ബൈന ജമാലിൽ ഹൂറിൽ ഒയിനി വസുവരിൽ മസ്നുഅത്തി. പിന്നെ ഹൂറിലീങ്ങളുടെ ഇടയും അതുപോലെ തന്നെ ഈ മണ്ണിനാൽ ഉണ്ടാക്കപ്പെട്ട ആ രൂപങ്ങളുടെയും ഇടയിലുള്ള തഫാവുത്ത് ഏറ്റ വ്യത്യാസമുണ്ടല്ലോ, അതിനേക്കാൾ അളവും അശദ്ദുമാണ് ജമാലായ യജമാനായ അള്ളാഹുവിന്റെയും ഹൂറിലീങ്ങളുടെയും ഇടയിലുള്ള ഏറ്റ വ്യത്യാസം. പക്ഷേ എന്നല്ല ഇസ്തിഗ്ലാമുൻ നുഫൂസിൽ ബഹീമിയത്തി ഷഹവാനിയായ വൈകാരികമായ പിന്നെ മൃഗങ്ങളോട് തുല്യമായ നഫ്സുകൾ, നാൽക്കാലിയുടെ മനസ്സുള്ളവർ, നാൽക്കാലി മനസ്സുകൾ, മൃഗീയ മനസ്സിന്റെ ഉടമകൾ എന്തില് അവർ മുഖ്യമായ കണക്കാക്കൽ, പ്രാമുഖ്യം കൽപ്പിക്കൽ എന്തിനെ ഖളാഇൽ വതരി, പിന്നെ ആഗ്രഹം നിർവഹിക്കുന്നതിന്, അവരുടെ ആഗ്രഹ നിർവഹണത്തിന് അവർ വലുതായി കണക്കാക്കുന്നു. എന്താണ് ആഗ്രഹ നിർവഹണം? മിൻ മുഖാലത്തത്തിൽ ഹിസാനി, ഹൂറിലീങ്ങളോട് കൂടി കലരുക, വൈറാദിഹിം അവര് അങ്ങനെ ഹൂറിലീങ്ങളോട് കലരുക എന്ന അവരുടെ ആഗ്രഹ നിർവഹണത്തിന് അതിനെ അവർ മുഖ്യമായി കണക്കാക്കൽ. വൈറാദുഹും അവർ പിന്തിരിയലും അൻ ജമാലി വജിഹില്ലാഹിൽ കരീം, ഉന്നതനായ രക്ഷിതാവിന്റെ ജമാലിനെ തൊട്ട് പിന്തിരിയലും യുലാഹി അത് സാദൃശ്യമാകും ഇസ്തിഗ്ലാമൽ ഖുൻഫുസായി, കരിവണ്ട് വലുതായി കണക്കാക്കുന്നതിനോട്, ഈ സാഹിബത്തിയ അതിന്റെ സാഹിബത്തിനോട്. കരിവണ്ട് വലുതായി കണക്കാക്കുന്നത് അതിന്റെ സാഹിബത്തായ കരിവണ്ടിനെയാണല്ലോ, സുന്ദരികളെ അല്ലല്ലോ. ഇൽഫിഹ അതിന്റെ കാമുകി, കരിവണ്ടിന്റെ കാമുകി. വൈൽഫിഹ ലഹ, ആ കരിവണ്ട് ഇണങ്ങിച്ചേരുന്നു ലഹ അതിന്റെ സാഹിബത്തിനോട്. വൈറാലിഹ അത് പിന്തിരിയുന്നു അനിന്നതിരില ജമാലി വുജൂഹിൻ നിസ, പിന്നെ സുന്ദരികളായ പെണ്ണുങ്ങളുടെ ജമാലിലേക്ക് നോക്കുന്നതിനെ തൊട്ട് ഈ കരിവണ്ടിന് യാതൊരുവിധ പിന്നെ ചിന്തയില്ലല്ലോ, അവരതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയല്ലേ എന്നതുപോലെയാണ് രക്ഷിതാവായ അള്ളാഹുവിന്റെ ഉന്നതമായ വജിഹിനെയും വിട്ട് ഹൂറിലിങ്ങളുടെ നേരെ നോക്കുന്നതെന്നാണ്. അക്സരിൽ ഖുലൂബി, അപ്പൊ കൽബുകളിൽപ്പെട്ട കൂടുതലും അന്ധമാകൽ അൻഇബ്സാരി ജമാലില്ലാഹി വ ജലാലിഹി, അള്ളാഹുവിന്റെ ജമാലിനെ കാണുന്നതിനെ തൊട്ട് അന്ധമാകൽ. യുലാഹി അത് സാദൃശ്യമാകും അമ്യൽ ഖുൻഫുസായി, കരിവണ്ട് പിന്നെ അന്ധമാകുന്നതിനോട് സാദൃശ്യമാകും. ഇദ്റാക്കി ജമാലിൻ നിസായി, പെണ്ണുങ്ങളുടെ ജമാലിയത്തിനെ കണ്ടെത്തുന്നതിനെ തൊട്ട് കരിവണ്ട് എപ്രകാരമാണോ അന്ധമാകുന്നത് അതിനോട് സാദൃശ്യമാകും യജമാനനായ അള്ളാഹുവിന്റെ ഉന്നതമായ പദവിയും വിട്ട് അന്ധമാകുന്നവരുടെ മനസ്സ്. അപ്പൊ ഈ കരിവണ്ട് ലാ തഷ്കുറു ബിഹി അസില, ലാ തഷ്കുറു അത് അറിയുകയില്ല ബിഹി ഇതിനെ, അസലിനെ ഒട്ടും തന്നെ അറിയുകയില്ല. വലാ തൽത്തഫിത്ത് ഇതിലേക്ക് തിരിയത്തില്ല, ഏതിലേക്ക്? ഈ ഹിസാനിന്റെ ജമാലിലേക്ക്, സുന്ദരിമാരായ പെണ്ണുങ്ങളുടെ ജമാലിലേക്ക് കരിവണ്ട് തിരിയുകയില്ല. അഥവാ വലവുക്കാനലഹ, ആ കരിവണ്ടിനുണ്ടായിരുന്നെങ്കിൽ അക്റിൻ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ, വദക്കറത്തിലഹ ഈ ഹൂറിലീങ്ങളെ പറ്റി അവര് അല്ല ഈ സുന്ദരികളായ പെണ്ണുങ്ങളെ അവർ ഓർക്കുകയും ചെയ്താൽ ലസ്തഹ്സനത്ത് അവർ നന്നായി കണക്കാക്കുമായിരുന്നു അഖിലമൻ ഒരാളുടെ ബുദ്ധിയെ, യൽതഫിത്തു ഇലൈഹിന്ന അവർ ഈ പെണ്ണുങ്ങളിലേക്ക് തിരിയുന്നു, പെണ്ണുങ്ങളിലേക്ക് തിരിയുന്നവരുടെ ബുദ്ധി അവർ നന്നായി കണക്കാക്കും. പക്ഷെ അവർക്ക് ആ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് കരിവണ്ട് അതിന്റെ വഴിക്ക് പോകുന്നു. വലാ യസാലൂന മുഖ്തലിഫീൻ, തുടർന്ന് അദ്ദേഹം വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത് കൊടുത്തിരിക്കുകയാണ്. വലാ യസാലൂന മുഖ്തലിഫീൻ, ജനങ്ങൾ വ്യത്യസ്തമായി കൊണ്ടേയിരിക്കുന്നു. ഇബാദത്ത് ചെയ്യുന്ന പല അവസ്ഥയിലാണ്, മനുഷ്യന്റെ മനസ്സ് പല രീതിയിലാണ്. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ, ഓരോ വിഭാഗവും അവരുടെ അടുക്കലുള്ള ഒന്നുകൊണ്ട് ഫരിഹൂൻ സന്തുഷ്ടരാണ്, ഓരോ വിഭാഗവും അവരുടെ അടുക്കലുള്ളത് കൊണ്ട് സന്തുഷ്ടരാണ്. വലിദാലിക ഖലഖഹും, ഇതിനുവേണ്ടിയാണ് അവരെ പടച്ചത്, അള്ളാഹുവിന്റെ മഹബത്തിന് വേണ്ടി. പക്ഷെ അത് കരിവണ്ട് പോലുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്ന് മാത്രം. ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു അന്ന അഹ്മദ് ബിൻ ഖളറവൈഹി, അഹ്മദ് ബിൻ ഖളറവൈഹി റഹിമഹുല്ലാ റഅ റബ്ബഹു, അദ്ദേഹം തന്റെ രക്ഷിതാവിനെ അസ്സ വജല്ല ഫിൽ മനാമി, സ്വപ്നത്തിൽ കണ്ടു. ഒരുപാട് പേര് മഹാന്മാരായ ഒരുപാട് പേര് അള്ളാഹുവിനെ സ്വപ്നം കാണുന്നവരുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ കണ്ടിട്ടുണ്ട്. ഇവിടെ പറയുന്ന അഹ്മദ് ബിൻ ഖളറവൈഹിയുടെ കാര്യമാണ്.
ഇമാം അബൂ ഹനീഫ എപ്പോഴും കാണുമായിരുന്നു. അൽഹംദുലില്ലാ. ഇമാം അബൂ യൂസുഫ് കണ്ടിട്ടുണ്ട്. അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു അള്ളാഹുവിനെ. ഫഖാലു, അള്ളാഹു തആല അദ്ദേഹത്തിനോട് പറഞ്ഞു, കുല്ലുന്നാസ്, ജനങ്ങളെല്ലാം യത്ലുബൂന മിന്നി, എന്നിൽ നിന്ന് അവർ തേടും അൽ ജന്നത്ത, സ്വർഗത്തിനെ. ഇല്ല അബാ യസീദ്, അബൂ യസീദ് ബസ്താമി റഹ്മഹുല്ലാഹ് ഒഴികെ. ഫൈന്നഹു യത്ലുബുനി, അദ്ദേഹം എന്നെയാണ് തേടുന്നത്. അബൂ യസീദ് ബസ്താമി എന്ന് പറയുന്ന മഹാനായ സൂഫിയൻ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഉന്നതമായ വിധാനത്തിലേക്ക് എത്തിയ വ്യക്തി, അള്ളാഹുവിനെ സ്വപ്നം കാണുന്ന വ്യക്തിയായിരുന്നു. അള്ളാഹു തആല പറയുകയാണ് അഹ്മദ് ബിൻ ഖദറവയ്യോട്, ജനങ്ങളെല്ലാം എന്നോട് സ്വർഗം ചോദിക്കും, പിന്നെ അബൂ യസീദ് ബസ്താമി എന്നോട് എന്നെ ചോദിക്കുന്നു. അബൂ യസീദ് റഹ്മഹുല്ലാഹ് കണ്ടു റബ്ബഹു, തന്റെ രക്ഷിതാവിനെ ഫിൽ മനാമി, സ്വപ്നത്തിൽ. പല അദ്ദേഹം പറഞ്ഞു, യാ റബ്ബി, എന്റെ രക്ഷിതാവേ, കൈഫ തരീഖുയിലേക്ക്, നിന്നിലേക്ക് എത്താനുള്ള വഴി എന്താണ്, യജമാനിലേക്ക് എത്താനുള്ള വഴി എന്താണെന്ന് ചോദിച്ചു. വഖാല, അള്ളാഹു തആല പറഞ്ഞു, ഉത്റുക്ക് നഫ്സക, നിന്റെ നഫ്സിനെ നീ വിട്, തആലിരിക, എന്നിലേക്ക് വാ. നഫ്സിനെ വിട്ടേക്കുക, ഒന്നും വേണ്ട, നഫ്സിന്റെ ആശകളൊന്നും വേണ്ട. എന്നിട്ട് എന്ത് ചെയ്യുക? അള്ളാഹുലേക്ക് അങ്ങോട്ട് ഓടിപ്പോയേക്കുക. ഫഫിറു ഇലല്ലാഹ്, അള്ളാഹുലേക്ക് നിങ്ങൾ ഓടിപ്പോന്നാണല്ലോ ഖുർആനിൽ പറഞ്ഞത്, ഓടിപ്പോകാൻ. ഫറ എന്ന് പറഞ്ഞാൽ പേടിച്ചോടുന്നതിനാ പറയുന്നത്. സത്യത്തിൽ ഇവിടെ പേടിച്ച് അള്ളാഹുലേക്ക് ഓടേണ്ടത്, എല്ലാത്തിനെയും പേടിച്ച് അള്ളാഹുലേക്ക് ഓടേണ്ടത്, അള്ളാഹിനെ പേടിച്ചും അള്ളാഹുലേക്ക് ഓടേണ്ടത്. ഓടി വിളിക്കാൻ വേറെ സ്ഥലമില്ല. മാതാവിനെ അടിക്കുകയാണെങ്കിൽ മാതാവിൻ്റെ അടുക്കലേക്ക് കുട്ടി പോയിട്ട് കെട്ടിപ്പിടിക്കുന്നത് പോലെ, പിന്നെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ഓടുന്നവൻ അള്ളാഹുലേക്ക് അവന്റെ റഹ്മത്തിനെ കയറി പുണരും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വറുഇയ ശിബിലിയു, ഇമാം അബൂബക്കർ ശിബിലി റഹ്മഹുല്ല, സൂഫികളുടെ നേതാവാണ്. പിന്നെ ജുനൈദുൽ ബഗ്ദാദി പോലുള്ള മഹാന്മാരുടെയൊക്കെ ശിഷ്യനാണ് ശിബിലി. അദ്ദേഹത്തിനെ കാണപ്പെട്ടു ബാദ മൗത്തിഹി ഫിൽ മനാമി, ആരോ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ കണ്ടു വഫാത്തിന് ശേഷം. ഫക്കീലോ, അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു, അദ്ദേഹം ഈ കണ്ട ആൾ ചോദിച്ചു, ആ ഫഅലല്ലാഹു ബിക, താങ്കളോട് അള്ളാഹ് എന്ത് ചെയ്തു? ഫഖാല, ശിബിലി റഹ്മഹുല്ലാഹ് പറഞ്ഞു, ലം യുതാലിബിനി, എന്നോട് അള്ളാഹു തആല ആവശ്യപ്പെട്ടില്ല, അല ദആബി, വാദങ്ങളുടെ മേൽ, ബിൽ ബുർഹാന്, തെളിവിനെ. ഞാൻ കുറെ വാദങ്ങൾ മുമ്പിൽ വെച്ചു, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ ഞാൻ വാദിച്ചു, നന്മ ചെയ്തു. പക്ഷെ അതിന്റെ അള്ളാഹു തആല എന്നോട് തെളിവ് ചോദിച്ചില്ല. ഇല്ലാ അലാ ഖൗലിൻ വാഹിദ്, ഒറ്റ കാര്യത്തിന് വേണ്ടി അല്ലാതെ ഒരു കാര്യത്തിന് അള്ളാഹു തആല തെളിവ് ചോദിച്ചു. ഖുൽതു യൗമ, ഞാൻ ഒരു ദിവസം പറഞ്ഞിരുന്നു, അയ്യു ഖസാറത്തിൻ അഅ്ലമു മിൻ ഖുസ്റാനിൽ ജന്ന, സ്വർഗത്തിന്റെ പരാജയം, സ്വർഗം നഷ്ടപ്പെടുന്ന പരാജയത്തിനേക്കാൾ ആഴമായ എന്ത് പരാജയമാണുള്ളത്? ഇത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അള്ളാഹ് ചോദിച്ചു, അയ്യു ഖസാറത്തിൻ അഅ്ലമു മിൻ ഖുസ്റാനി ലിഖാഇ, എന്റെ ലിഖായു നഷ്ടപ്പെടുന്നതിനേക്കാൾ ആഴമായ എന്ത് ഖസാറയാ ഉള്ളത്? അപ്പൊ ആഗ്രഹിക്കുന്ന അള്ളാഹുവിന്റെ ലിഖാവ് മാത്രം, അവന്റെ റിളാ മാത്രം, അവന്റെ മഗ്ഫിറത്ത് മാത്രം, അവന്റെ മഹബത്ത് മാത്രം, അവന്റെ റഹ്മത്ത് മാത്രം, വേറൊന്നും ആഗ്രഹിക്കണ്ട, സ്വർഗത്തിനെ കൊതിക്കണ്ട. വൽ ഗർളു, ആകെ ചുരുക്കം, അന്ന ഹാദിഹി നിയ്യാത്തി, ഈ നിയ്യത്തുകൾ മുത്തഫാവിത്തത്തു ദർജാത്തി, വിവിധ പദവികളുള്ളതാണ്. ഒമൻ, ഒരാൾ ഗലബ അലാ കൽബിഹി, അവന്റെ കൽബിൽ മികച്ചു, വാഹിദത്തു മിൻ, അതിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് മികച്ചു എങ്കിൽ, റുബ്ബമാ ലാ യതയസ്സറു, അയാൾക്ക് എളുപ്പമാകത്തില്ല, അൽ ഉദൂലില, വേറൊന്നിലേക്ക് തെറ്റൽ എളുപ്പമാകത്തില്ല. ഒരാൾ സ്വർഗത്തിന് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ അങ്ങനെ തന്നെ ആയിപ്പോകും. അപ്പൊ ശരിക്കും അവന്റെ നിയ്യത്തിനെ എങ്ങോട്ടാക്കണം? അള്ളാഹുവിന്റെ റിളായിലേക്ക് ആക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ അള്ളാഹു രക്ഷിക്കട്ടെ. ഇമാം ഗസാലിയുടെ ഉന്നതമായ അത്യുന്നതമായ ചിന്ത അത് മനസ്സിലേക്ക് കുറെയെങ്കിലും കയറ്റാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാൻ, അവന്റെ റിളാ കരസ്ഥമാക്കാൻ, അവന്റെ ലിഖാ കരസ്ഥമാക്കാൻ, അവന്റെ അടിമയായി കഴിഞ്ഞുകൂടാൻ, അവന്റെ മുമ്പിൽ എപ്പോഴും വാലാട്ടിക്കൊണ്ട് കഴിഞ്ഞുകൂടാൻ, അവന്റെ ദർബാറിന് മുമ്പിൽ പോയി എന്നും മോങ്ങിക്കൊണ്ട് കഴിഞ്ഞുകൂടാൻ സാധുക്കളായ നമ്മളെ അള്ളാഹു തആല തുണയ്ക്കട്ടെ. അള്ളാഹു നമ്മളുടെ വാലാട്ടലിനെ അവന്റെ മഹത്തായ കൃപ കൊണ്ട് നോക്കി കാണട്ടെ. നമ്മളുടെ മോങ്ങലിനെ അള്ളാഹു അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് അള്ളാഹു തആല കേൾക്കട്ടെ. അങ്ങനെ നമ്മളെ അള്ളാഹു ആഖിറത്തിൽ ഉന്നതമായ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൈറായ ഉമ്മത്തുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബിഹഖി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.